ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. നമേ ശരണം. അഥ അഷ്ടമോऽധ്യായ. മൈത്രേയ ഉവാച. സൽസേവനീയോ ബദ പൂരുവംശോ യല്ലോകപാലോ ഭഗവത്പ്രധാന ബഭൂവിധേഹാജിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യ ഭീക്ഷ്ണം. സോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യാം പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാഹ സാക്ഷാൽ ഭഗവാൻ ഋഷീഭ്യാം. ആസീനമുർവ്യാം ഭഗവന്തമാദ്യം സംകർഷണം ദേവമകുണ്ഠസത്വം വിവിത്സവസ്തത്വമതഃപരസ്യ കുമാരമുഖ്യാ മുനയോന്വപൃച്ഛൻ. സ്വമേവ ധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിധമാമനന്തി പ്രത്യഗ്ധൃതാക്ഷാംബുജകോശമേഷതുന്മീലയന്തം വിബുധോദയായാം. സ്വർധുന്യുദാർദ്രൈ സ്വജടാകലാപൈരുപസ്പൃശന്തശ്ചരണോപധാനം പത്മം യദർച്ചന്ത്യഹി രാജകന്യാ സപ്രേമനാനാബലിഭിർവരാർത്ഥ. മുഹുർഗൃണന്തോ വജസാനുരാഗസ്ഖലത്പദേനാസ്യ കൃതാനിതജ്ഞാം കിരീടസാഹസ്രമണിപ്രവേഗപ്രദ്യോതിതോദ്ദാമഭണാസഹസ്രം. പ്രോക്തം കിലൈതദ്ഭഗവത്തമേന നിവൃത്തിധർമാഭിരതായ തേന സനത്കുമാരായ സ ചാഹ പൃഷ്ട സാംഖ്യായനായ അംഗധൃതം വ്രതായ. സാംഖ്യായന പാരമഹംസ്യ മുഖ്യോ വിവക്ഷമാണോ ഭഗവദ്വിഭൂതി ജഗാദസോസ്മദ്ഗുരവേന്വിതായ പരാശരായാഥ ബൃഹസ്പതേശ്ച. പ്രോവാചമഹ്യം സദയാലുരുക്തോ മുനിഃപുലസ്ത്യേന പുരാണമാദ്യം സോഹം തവൈതത് കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യമനുവ്രതായ. ഉദാപ്ലുതം വിശ്വമിദം തദാസീത് യന്നിദ്രയാമീലിതദൃങ്യമീലയത് അഹീന്ദ്രതൽപേധിശയാന ഏക കൃതക്ഷണസ്വാത്മരതോ നിരീഹാം. സ്വന്തഃശരീരേऽർപ്പിതഭൂതസൂക്ഷ്മകാലാത്മികാം ശക്തിമുദീരയാണ ഉവാസ തസ്മിൻ സലിലേ പദേ സ്വേ യഥാനലോ ദാരുണിരുദ്ധവീര്യാം. ചതുർയുഗാനാം ച സഹസ്രമപ്സു സ്വയോദീരിതയാ സ്വശക്ത്യാം കാലാഖ്യയാ സാധിതകർമ്മതന്ത്രോ ലോകാനപീതാൻ ദദൃശേ സ്വദേഹേ. തസ്യാർത്ഥസൂക്ഷ്മാഭിനിവൃഷ്ടദൃഷ്ടേരന്തർഗതോऽർത്ഥോ രജസാതനീയാൻ ഗുണേന കാലാനുഗതേന വിദ്ധ സൂക്ഷ്യംസ്തഥാ ഭിദ്യത നാഭിദേശാത്. സ പത്മകോശ സഹസോദതിഷ്ഠത് കാലേന കർമ്മ പ്രതിബോധനേന സ്വരോജിഷാ തൽസലിലം വിശാലം വിദ്യോദയന്നർക്ക ഇവാത്മയോനി. തല്ലോകപത്മം സ ഉ ഏവ വിഷ്ണു പ്രാവീവിശൽ സർവഗുണാവഭാസം തസ്മിൻ സ്വയം വേദമയോ വിധാത സ്വയംഭുവം യം സ്മ വദന്തി സോഭൂത്. തസ്യാം സ ചാംഭോരുഹ കർണികായാമവസ്ഥിതോ ലോകമപശ്യമാന പരിക്രമൻ വ്യോംനി വിവൃത്തനേത്രശ്ചത്വാരി ലേഭേനുദിശം മുഖാനി. തസ്മാദ്യുഗാന്ത ശ്വസനാവഘൂർണജലോർമിചക്രാ സലിലാദ്വിരൂഢം ഉപാശ്രിതക്കഞ്ചമുലോകതത്വം നാത്മാനമദ്ധാ വിദദാതി ദേവാം. ക ഏഷയോസാവഹമബ്ജപൃഷ്ഠ ഏതൽകുതോ വാബ്ജമനന്യദപ്സു അസ്തി ഹ്യധസ്താദിഹ കിഞ്ചനൈതദധിഷ്ഠിതം യത്ര സദാനുഭാവ്യം.
സ ഇത്തമുദ്വീക്ഷ്യ തദബ്ജനാളനാഡീഭിരന്തർജലമാവിവേശാം നാർവാഗതസ്തത്ഖരനാളനാളനാഭിം വിജിന്വം സ്തദവിന്ദതാജാം തമസ്യ പാരേ വിദുരാത്മസർഗം വിജിന്വതോ ഭോൽ സുമഹാം സ്ത്രിണേമി യോ ദേഹഭാജാം ഭയമീരയാണ പരീക്ഷിണോത്യായുരജസ്യ ഹേദീം തതോ നിവൃത്തോ പ്രതിലബ്ധകാമ സ്വധിഷ്ണ്യമാസാദ്യ പുനഃ സദേവ ശനേർജിതശ്വാസനിവൃത്തചിത്തോ നിഷീദതാരൂഢസമാധിയോഗാം കാലേന സോജപുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധ സ്വയം തദന്തർഹൃദയേവ ഭാതമപശ്യതാപശ്യതയെന്ന പൂർവം മൃണാളഗൗരായതശേഷഭോഗപര്യങ്കേകം പുരുഷം ശയാനം ഫണാതപത്രായുധമൂർധരത്നദ്യുഭിർഹദധ്വാന്തയുഗാന്തതോ യേ പ്രേക്ഷാം ക്ഷിപന്തം ഹരിതോബലാദ്രേ സന്ധ്യാഭ്രനീവേരുരുക്മമൂർധ്ന രത്നോ ദധാരൗഷധി സൗമനസ്യ വനസ്രജോ വേണുഭുജാഘ്രിപാഘ്രേ ആയാമതോ വിസ്തരതസ്വമാനദേഹേന ലോകത്രയസംഗ്രഹേണ വിചിത്രദിവ്യാഭരണാംശുകാനാം കൃതശ്രിയാപാശ്രിതവേഷദേഹം പുംസാം സ്വകാമായ വിവിക്തമാർഗൈരഭ്യർച്ചതാം കാമദുഗാഘ്രിപത്മം പ്രദർശയന്തം കൃപയാ നഖേന്ദുമയൂഖഭിന്നാങ്കുലിചാരുപത്രം മുഖേന ലോകാർത്തിഹരസ്മിതേന പരിസ്ഫുരൽ കുണ്ടലമണ്ഡിതേന ശോണായിതേനാധരബിംബഭാസാ പ്രത്യർഹയന്തം സുനസേന സുഭ്രുവാം കദംബ കിഞ്ചൽകപിശങ്കവാസസാ സ്വലംകൃതം മേഖലയാ നിദംബേ ഹാരേണ ചാനന്ദധനേന വത്സ ശ്രീവത്സവക്ഷസ്ഥലവല്ലഭേന പരാർധ്യകേയൂരമണിപ്രവേഗപര്യസ്തദോർദണ്ഡ സഹസ്രശാഖം അവ്യക്തമൂലം ഭുവനാംഗ്രിപേന്ദ്രമഹീന്ദ്രഭോഗൈരധിവീതവൽശം ചരാചരൗഗോ ഭഗവന്മഹീന്ദ്രബന്ധും സലിലോപഗൂഢം കിരീടസാഹസ്രഹിരണ്യശൃംഗമാവിർഭവൽ കൗസ്തുഭരത്നഗർഭം നിവീതമാംനായ മധുവ്രതശ്രിയാ സ്വകീർത്തിമയ്യാ വനമാലയാ ഹരിം സൂര്യേന്ദുവായുജ്ഞഗമം ത്രിധാമഭി പരിക്രമൽ പ്രാഥനികൈർദുരാസദം തർഹ്യേവ തന്നാഭിസരസരോജമാത്മാനമംഭശ്വസനം വിയച്ച തദർശ ദേവോ ജഗദോ വിധാതാ നാദപരം ലോകവിസർഗദൃഷ്ടിം സകർമ്മബീജം രജസോപരക്ത പ്രജാസി സൃക്ഷന്യദേവ ദൃഷ്ട്വാ അസ്തൗദ്വിസർഗാഭിമുഖസ്തമീഡ്യമവ്യക്തവർത്മന്യഭിവേശിതാത്മാ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ അഷ്ടമോऽധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. തൃതീയസ്കന്ധം 8-ാം അധ്യായം. വിതുരമഹാശയർ ഹരിദ്വാരത്ത് വച്ച് മൈത്രേയ മഹർഷിയെ കണ്ടുമുട്ടിയതും അവർ തമ്മിലുണ്ടായ സംവാദത്തെപ്പറ്റിയുമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ വിതുരർ അനേകം സംശയങ്ങൾ ചോദിച്ചു. എല്ലാം ശ്രീഹരിചരിതത്തെ സംബന്ധിച്ചത് തന്നെ. ഇത് കേട്ട് മൈത്രേയ മഹർഷിക്ക് അതിയായ സന്തോഷമായി. വിതുരരുടെ സംശയ നിവാരണത്തിലൂടെ ഭഗവൽ കഥ പറയാൻ അവസരം ലഭിച്ചല്ലോ. സന്തോഷാധിക്യത്താൽ വിതുരരെ പ്രശംസിച്ച് മൈത്രേയർ ഇങ്ങനെ പറഞ്ഞു. സച്ചേവനീയോ ബദപൂരുവംശോ യല്ലോകപാലോ ഭഗവത് പ്രധാന ബഭൂവിധേഹാജിത കീർത്തിമാലാം
പദേ പദേ നൂതനയസ്യ ഭീക്ഷ്ണം. പൂരുവംശം വളരെ മഹത്താണ്. ആ വംശത്തിലാണല്ലോ അഷ്ടദിക്പാലകരിൽ ഒരുവനും ധർമ്മരാജാവുമായ അങ്ങ് അവതരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പരമഭക്തനുമാണ് അങ്ങ്. എൻ്റെ ഭാഗ്യാതിരേകം കണ്ടില്ലേ? ഭഗവാന്റെ കീർത്തിയെപ്പറ്റി വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്ന അങ്ങ് എന്നോട് കാണിക്കുന്നത് കാരുണ്യം തന്നെയല്ലേ? വളരെ സന്തോഷമായി എനിക്ക്. അതുമൂലം ഭഗവത് കഥകൾ പറയാം, അനുസ്മരിക്കാം. ആ കഥകൾ പതേ പതേ അഭീക്ഷ്ണം നൂതനയസി, പദം തോറും പുതിയതാക്കുന്നതാണ്. ക്ഷുല്ലസുഖത്തിനു വേണ്ടി അധികം ക്ലേശിക്കുന്നവരുടെ ക്ലേശശമനിയായ ഉപദേശം ഭഗവാൻ തന്നെ ഋഷിമാർക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഭാഗവതം. അങ്ങയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമടങ്ങുന്ന ആ ഭാഗവത പുരാണത്തെ തന്നെ പറയാം. ഭാഗവതത്തിൻ്റെ പ്രചാരം എങ്ങനെയുണ്ടായി? അതിൻ്റെ ക്രമമാണ് ആദ്യം മൈത്രേയ മഹർഷി പറഞ്ഞത്. സനകാദി മുനിമാർ ഈ പരമപുരുഷ തത്വത്തെ അറിയാനുള്ള ഇച്ഛയോടെ സർവജ്ഞനായ സംഘർഷണമൂർത്തിയെ സമീപിച്ചു. ഗംഗാസ്നാനം ചെയ്ത് പരിശുദ്ധരായി ആദിശേഷനെ നമസ്കരിച്ചു സനകാദികൾ. ആദിശേഷൻ തൻ്റെ ആശ്രയമായ വാസുദേവനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. സർപ്പരാജകുമാരിമാർ ഇഷ്ടവരലാഭേച്ഛയോടെ ആദിശേഷൻ്റെ പാദോപധാനമായ താമരപ്പൂവിനെ വിവിധ പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പൂജിക്കുന്നു. ആ താമരയെയാണ് സനകാദികൾ നമിച്ചത്. അർത്ഥനിമീലിത നേത്രത്താൽ സംഘർഷണമൂർത്തി ആ മുനിമാരെ വീക്ഷിച്ചു. 1000 ഫണങ്ങളിലെ കിരീടങ്ങളുടെ പ്രഭയാൽ ശോഭിക്കുന്ന ആദിശേഷനെ അനുരാഗസ്ഖലത്പദേന വചസ, ഭക്തി കൊണ്ട് ഇടറുന്ന വാക്കുകളോടെ അവർ സ്തുതിച്ചു. സ്തുതി നമസ്കാരങ്ങൾക്കു ശേഷം പരമപുരുഷ തത്വത്തെപ്പറ്റി അറിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നിവൃത്തിനിരതരായ ആ കുമാരന്മാർ ഈ തത്വഗ്രഹണത്തിന് തികച്ചും അർഹരാണെന്നറിയുന്ന നിരതിശയ ജ്ഞാനസ്വരൂപനായ ആദിശേഷമൂർത്തി സനത്കുമാരന് ഉപദേശിച്ചതാണ് ഭാഗവതശാസ്ത്രം. ഈ ശാസ്ത്രം അറിയാനാഗ്രഹിച്ച് ചോദിച്ച സാംഖ്യായന മുനിക്ക് സനൽകുമാരമുനി അതിനെ ഉപദേശിക്കുകയും ചെയ്തു. സാംഖ്യായന മുനി ഈ തത്വത്തെ ഉപദേശിച്ചത് ഞങ്ങളുടെ ഗുരുവായ പരാശര മഹർഷിക്കും പിന്നെ ബൃഹസ്പതിക്കുമാണ്. പുലസ്ത്യമുനിയുടെ അനുഗ്രഹം മൂലം പരാശര മഹർഷി പുരാണ സംഹിതയുടെ പ്രചാരകനായി. അതിനെപ്പറ്റി ഒരു കഥ പുരാണത്തിലുണ്ട്. പരാശരൻ്റെ പുത്രനായ ശക്തിയെ ഒരു രാക്ഷസൻ ഭക്ഷിച്ചതറിഞ്ഞ പരാശരൻ രാക്ഷസന്മാരെ ഉന്മൂലനാശം വരുത്താനുതകുന്ന ഒരു സത്രം നടത്താൻ തയ്യാറായി. ഇത് പുലസ്ത്യമുനിക്ക് സഹിച്ചില്ല. കാരണം രാക്ഷസന്മാർ ഇദ്ദേഹത്തിൻ്റെ സന്താനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പ്രകാരം പരാശരമുനി ആ സത്രം നിർത്തി. ഇതിൽ പ്രസന്നനായ പുലസ്ത്യമുനി പരാശരമുനിയെ അനുഗ്രഹിച്ച് വരം നൽകി. അങ്ങ് പുരാണ സംഹിതയെ ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന മഹാനാവും മാത്രമല്ല ഈശ്വരൻ്റെ പരമാർത്ഥ തത്വം ശരിയായി ധരിക്കുകയും ചെയ്യും. അങ്ങനെ പരാശരമുനി പുരാണകർത്താവായി. അദ്ദേഹം എന്നോടുള്ള ദയമൂലം എനിക്ക് ഉപദേശിച്ച ആ പുരാണത്തെ തന്നെ ഞാൻ അങ്ങയ്ക്കും ഉപദേശിച്ചു തരാം. കാരണം എൻ്റെ സ്നേഹത്തിന് പാത്രമായവനും തികച്ചും യോഗ്യനുമാണ് അങ്ങ്. പിന്നീട് ഭാഗവതം സകല ലോകങ്ങളിലും പ്രചരിക്കുകയുണ്ടായി. ആദിശേഷൻ്റെ ഉപദേശം മൂലം അത് പാതാള ലോകത്ത് പ്രചരിച്ചു. ബൃഹസ്പതി സ്വർഗത്തിലും
സനൽകുമാരാദികൾ ഉപരിലോകങ്ങളിലും പരാശര ശിഷ്യപ്രശിഷ്യന്മാർ ഭൂമിയിലും ഭാഗവതം പ്രചരിപ്പിച്ചു. മഹത്തത്വാദികളുടെ ഉൽപ്പത്തിയാണ് തുടർന്ന് വിവരിക്കാൻ പോകുന്നത്. ആദ്യം നൈമിത്തിക പ്രളയം വിവരിക്കുന്നു. ഭഗവാൻ സൃഷ്ട്യാദി ലീലകളിൽ നിന്ന് വിരമിച്ച് യോഗനിദ്രയെ പ്രാപിച്ചു. ആദിശേഷ തൽപ്പത്തിൽ ഭഗവാന്റെ യോഗനിദ്ര ആരംഭിച്ചപ്പോൾ ഈ ലോകം മുഴുവൻ ജലമായി ഭവിച്ചു. ഇതിനാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. 1000 ചതുർയുഗങ്ങൾ ഭഗവാൻ ഇങ്ങനെ ജലത്തിൽ ശയിച്ചു. ദേവ മനുഷ്യാദി ജീവരാശികളെ മുഴുവനും സൃഷ്ട്യാദി ലീലകളെയും തൻ്റെ ശരീരമധ്യത്തിൽ അടക്കിവെച്ചു. പ്രകാശവും ചൂടുമുള്ള അഗ്നി അരണിയുടെ അന്തർഭാഗത്തിൽ മറഞ്ഞിരിക്കുന്നതുപോലെ ഭഗവാൻ സകല ശക്തികളെയും ഉള്ളിലടക്കി. ബ്രഹ്മാവിൻ്റെ രാത്രി അവസാനിച്ച് വീണ്ടും സൃഷ്ടിക്കുള്ള സമയമായപ്പോൾ തന്നിൽ ലയിച്ചു കിടക്കുന്ന സകല ജീവരാശികളെയും ഉണർത്തണമല്ലോ. അതിന് കാലമെന്നു പേരുള്ള ഭഗവത് ശക്തിയെ ഉണർത്തുന്നു ഭഗവാൻ. തന്നിൽ ലയിച്ചിരിക്കുന്ന ചരാചരാത്മകങ്ങളായ ജീവരാശികളുടെ സൂക്ഷ്മരൂപങ്ങളെ ഭഗവാൻ വീക്ഷിച്ചു. ആ ദർശനത്തോടെ കാലശക്തിയാൽ ഉണർത്തപ്പെട്ട ഭൂതസൂക്ഷ്മവർഗം രജോഗുണങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ടു. അനേകകാലം മണ്ണിനടിയിൽ കിടന്ന വിത്ത് അനുകൂല സാഹചര്യത്തിൽ മുളച്ചു പൊന്തുന്നതുപോലെ ശ്രീനാരായണൻ്റെ അന്തർഭാഗത്ത് നിന്ന് നാഭിയിലൂടെ സൂര്യപ്രകാശത്തെ വെല്ലുന്ന പ്രഭയോടെ ഒരു ദിവ്യമായ താമരമൊട്ട് പൊങ്ങി വന്ന് ജലത്തിനു മേലെ പ്രകാശിച്ചു. ആ പത്മം എങ്ങനെ ദിവ്യമായി? അത് സകല ജീവരാശികളുടെയും സമഷ്ടി സ്വരൂപമാണ്. ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചു കിടന്ന ചരാചരാത്മകമായ സകല ജീവരാശികളുടെയും പ്രതിരൂപമാണ് അത്. ജീവരാശികളുടെ അദൃഷ്ടരൂപമായ കർമ്മത്തെ ഫലോന്മുഖമാക്കി തീർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കാലശക്തിയുടെ പ്രേരണ കൊണ്ടാണ് അത് വളരെ വേഗം മുളച്ചുപൊന്തി ജലത്തിനുപരി പ്രകാശിച്ചത്. തല്ലോകപത്മം സ ഉ ഏവ വിഷ്ണു പ്രാവീവിശത് സർവഗുണാവഭാസം തസ്മിൻ സ്വയം വേദമയോ വിധാത സ്വയംഭുവം യം സ്മ വദന്തി സോഭൂത്. ആ പത്മത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ? ഭഗവാൻ തന്നെ ആ പത്മത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് അതിന് സൂര്യതേജസ് ഉണ്ടായത്. ഭഗവാന്റെ ഈ വിധ ലീലകളെ ഉ എന്ന അക്ഷരത്താൽ സൂചിപ്പിച്ചു മഹർഷി. ഈ താമരമൊട്ട് ലോകരൂപം തന്നെ. എന്തെന്നാൽ ഇനിയുണ്ടാകുന്ന സർവ്വലോകത്തിൻ്റെയും സൂക്ഷ്മരൂപം ഈ താമരമൊട്ടാണ്. ഭഗവാനിൽ നിന്നുണ്ടായ ആ താമരയിൽ തന്നെ ഭഗവാൻ പ്രവേശിക്കുകയും ചെയ്തു. ആ പത്മത്തിൽ നിന്ന് തന്നെ ബ്രഹ്മാവ് സ്വയംഭൂ ജനിച്ചു. ഇതിനു മുമ്പ് ബ്രഹ്മാവും ഭഗവാനിൽ ലയിച്ച അവസ്ഥയിലായിരുന്നല്ലോ. മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നുണർന്നപ്പോൾ വേദസ്വരൂപനായ ബ്രഹ്മാവും സ്വയമേവ പ്രകാശിച്ചു. ഈ കൽപ്പത്തിന് പാത്മം എന്ന് പറയുന്നു. തസ്യാൻ സ ചാംഭോരുഹ കന്യകായാം അവസ്ഥിതോ ലോകമപശ്യമാന പരിക്രമൻ വ്യോംനി വിവൃത്തനേത്രശ്ചത്വാരി ലേഭേനു ദിശം മുഖാനി. ആ താമരയുടെ മധ്യത്തിലിരിക്കുന്ന ബ്രഹ്മദേവൻ താൻ മുമ്പ് സൃഷ്ടിച്ച ലോകം എവിടെയെന്ന് തിരഞ്ഞു. ഒരു ഭാഗത്തും കാണാനില്ല. 4 ഭാഗത്തേക്കും കഴുത്ത് തിരിച്ചു നോക്കി. അത്ഭുതം തന്നെ. 4 ദിക്കും ഒരേ സമയം ദർശിക്കാൻ പാകത്തിന് 4 മുഖങ്ങളുണ്ടായി. എല്ലാ ഭാഗത്തും
ജലമല്ലാതെ ഒന്നും കാണുവാനില്ല. ബ്രഹ്മാവിന് ഒരു സമ്മോഹാവസ്ഥയാണ് അപ്പോഴുണ്ടായത്. ബ്രഹ്മാവ് ഒന്നും അറിഞ്ഞില്ല. തന്നെയും ജലത്തെയും താമരയെയും അതിൻ്റെ അടിസ്ഥാനത്തെയും ഒന്നും അറിഞ്ഞില്ല. കൊടുങ്കാറ്റിൽ ഇളകി മറിയുന്ന ജലത്തിലുണ്ടായ താമര, ഇതിനെപ്പറ്റിയും ഒന്നും അറിയാതെ ജ്ഞാനപ്രകാശമില്ലാത്തവനായി ബ്രഹ്മാവിരുന്നു. ബ്രഹ്മാവിൻ്റെ ലോകസൃഷ്ടി സാമർഥ്യവും മറ്റും ജന്മനാ ഉള്ളതല്ല. ശ്രീനാരായണനെ ഉപാസിക്കുന്നതിലൂടെയാണ് ജ്ഞാനവും സൃഷ്ടി സാമർഥ്യവും ഉണ്ടാവുന്നതെന്ന് വ്യംഗ്യമായി പറയുകയാണിവിടെ. ബ്രഹ്മാവിൻ്റെ ചിന്ത പിന്നെ ഇങ്ങനെ പോയി: ഈ താമരയിലിരിക്കുന്ന ഞാനാര്? 4 ഭാഗത്തും ജലം മാത്രം. ഈ ഒരു താമര മാത്രം എവിടുന്ന് എങ്ങനെയുണ്ടായി? ഇതിനു താഴെ ജലത്തിനടിയിൽ ഇതിനാശ്രയമായിരിക്കുന്ന ഒന്ന്, ഒരു കാരണം ഉണ്ടാവാതെ വരാൻ തരമില്ല. ഈ ഒരു ബോധമാണ് ബ്രഹ്മദേവന് ആദ്യമുണ്ടായത്. ഇങ്ങനെ ആലോചിച്ച ദേവൻ താൻ ഇരിക്കുന്ന താമരത്തണ്ടിൻ്റെ ദ്വാരങ്ങളിലൂടെ പലതവണ പോയി വന്നു. പല ദ്വാരങ്ങളുമുണ്ടല്ലോ തണ്ടിന്. ഓരോന്നിലൂടെയും പോകും വരും, വീണ്ടും പോകും വീണ്ടും വരും. ഇങ്ങനെ 100 ദേവസംവത്സരം തൻ്റെ ഉത്പത്തി സ്ഥാനം തിരഞ്ഞു കഴിഞ്ഞു ആ ദേവൻ. പുറമേ അന്വേഷിച്ച് ക്ഷീണിച്ചതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. പിന്നീട് തൻ്റെ വാസസ്ഥാനമായ പത്മത്തിൽ സമാധാനമായിട്ടിരുന്നു. ശ്വാസത്തെ അടക്കി മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് തൻ്റെ ഉൽപ്പത്തി കാരണത്തെ സാക്ഷാത്കരിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ സമാധിയോഗത്തെ ആശ്രയിച്ചു. 100 വർഷം സമാധിയോഗം അനുഷ്ഠിച്ചതോടെ തൻ്റെ ഉൽപ്പത്തി കാരണമായ പരമാർത്ഥ പുരുഷനെ തൻ്റെ ഹൃദയമധ്യത്തിൽ ദർശിച്ചു. കാലേന സോജഃ പുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധ സ്വയം തദന്തർഹൃദയേവ ഭാതമപശ്യതാപശ്യത എന്ന പൂർവം. പുറത്തല്ല ഭഗവാനെ അന്വേഷിക്കേണ്ടത്, ഹൃദയമധ്യത്തിലാണ് ഭഗവാൻ എന്ന് ഇവിടെ വ്യക്തമായി. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവത് സാക്ഷാത്കാരത്തിന് പ്രകടനപരതയല്ല വേണ്ടത്. ധ്യാനം കൊണ്ടേ ഭഗവാനെ കാണാൻ സാക്ഷാത്കരിക്കാൻ പറ്റൂ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി മുതൽ 9 ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മദേവൻ്റെ ഹൃദയാന്തർഭാഗത്ത് കണ്ട സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. മൃണാളഗൗരായതശേഷഭോഗപര്യങ്ക ഏകം പുരുഷം ശയാനം ഫണാതപത്രായുധമൂർധരത്നദ്യുഭിർഹതധ്വാന്തയുഗാന്തതോയേ. ആദിശേഷനാകുന്ന തൽപ്പത്തിൽ ശയിക്കുന്ന പുരുഷൻ, അനേകം ഫണങ്ങളാകുന്ന ആതപത്രങ്ങൾ, കുടകൾ, മൂർധാക്കളിൽ വിരാജിക്കുന്ന രത്നങ്ങൾ, ആഭരണങ്ങളുടെ പ്രകാശം കൊണ്ട് ഇരുട്ട് നിശേഷം നീങ്ങിയ യുഗാന്തജലം, താമരവളയം പോലെ ധവള നിറത്തിലിരിക്കുന്ന ആദിശേഷ ശരീരം. ആദിശേഷനിൽ ശയിക്കുന്ന ആ പുരുഷനെ കണ്ട ബ്രഹ്മാവിന് മരതക പർവ്വതത്തിൻ്റെ ഭംഗിയല്ലെന്ന് തോന്നിപ്പോയി. പർവ്വതത്തിന് സന്ധ്യാകാലത്തിലെ അസ്തമയ സൂര്യരശ്മി പ്രതിഫലിക്കുന്ന മേഘവസ്ത്രമുണ്ട്. ആദിപുരുഷൻ്റെ പീതാംബരം ഈ മേഘകാന്തിയെ നിസ്സാരമാക്കുന്നു. കിരീടത്തിലെ സ്വർണകാന്തി പർവ്വതശിഖരങ്ങളിലുള്ള സ്വർണത്തെ ലജ്ജിപ്പിക്കുന്നു. ഭഗവാന്റെ കൗസ്തുഭരത്നം പർവ്വതത്തിലുള്ള രത്നത്തെയും മുത്തുമാല പർവ്വതത്തിൽ നിന്നൊഴുകുന്ന ജലധാരയെയും തുളസിമാല
പർവ്വതത്തിലെ സുഗന്ധപുഷ്പങ്ങളെയും ബാഹുക്കൾ മുളകളാകുന്ന പർവ്വതബാഹുക്കളെയും പാദങ്ങൾ പർവ്വതപാദങ്ങളെപ്പോലെ ശോഭിക്കുന്ന വൃക്ഷങ്ങളെയും നിസ്സാരമാക്കി ശോഭിക്കുന്നു. 3 ലോകവും തന്നിൽ അടക്കുവാൻ മതിയായ വിസ്താരമേറിയ ദേഹം വിവിധ ദിവ്യവസ്ത്രാഭരണങ്ങളുടെ ശോഭയാൽ മരതകപർവ്വതത്തിൻ്റെ ശോഭയെ ജയിക്കുന്ന ആ പുരുഷനെ ബ്രഹ്മാവ് കണ്ട് നിർവൃതിയടഞ്ഞു. പുംസാം സ്വകാമായ വിവിക്തമാർഗൈ അഭ്യർച്ചതാം കാമദുഃഖാംഘ്രിപത്മം പ്രദർശയന്തം കൃപയാ നഖേന്ദുമയൂഖഭിന്നാങ്കുലിചാരുപത്രം. ആ പുരുഷൻ്റെ കാമദുഃഖാംഘ്രിപത്മം, അഭീഷ്ടദാനം ചെയ്യുന്ന ചരണപത്മം എങ്ങനെയുള്ളതാണ്? നഖമാകുന്ന ചന്ദ്രകിരണങ്ങളുടെ സ്പർശം നിമിത്തം വിടർന്ന വിരലുകളാകുന്ന ദളങ്ങളോടുകൂടിയ പാദപത്മം. സർവാഭീഷ്ടപ്രദാന സമർത്ഥമായ തൻ്റെ പാദപത്മങ്ങളെ കാണിച്ചു കൊടുത്ത കാരുണ്യം ബ്രഹ്മദേവൻ അനുഭവിച്ചു. കദംബകിഞ്ചൽ കപിശങ്കവാസസാ സ്വലംകൃതം മേഖലയാ നിതംബേ ഹാരേണ ചാനം ദധനേന വത്സ ശ്രീവത്സവക്ഷസ്ഥലവല്ലഭേന. കദംബപുഷ്പങ്ങളുടെ കേസരങ്ങൾ പോലെ മഞ്ഞ നിറമുള്ള പട്ടുധരിച്ചിട്ടുണ്ട് ഭഗവാൻ. വിലയേറിയ രത്നങ്ങൾ പതിപ്പിച്ച അമൂല്യമായ അരഞ്ഞാണം ധരിച്ച അരക്കെട്ട്, മാറിടത്തിൽ ശ്രീവത്സമെന്ന മറുക്, അമൂല്യമായ മുത്തുമാല, ഇവയെല്ലാം കൊണ്ട് ശോഭിക്കുന്ന ഭഗവാൻ. പരാർത്ഥ്യകേയൂരമണിപ്രവേകപര്യസ്ഥദോർദണ്ഡസഹസ്രശാഖം അവ്യക്തമൂലം ഭുവനാഘ്രിപേന്ദ്രമഹീന്ദ്രഭോഗൈരധിവീതവത്സം. ഭഗവാനെ ഒരു ചന്ദനവൃക്ഷമായിട്ടാണ് ഈ ശ്ലോകം വർണ്ണിക്കുന്നത്. ഭഗവാന്റെ കൈകളിൽ ഉത്കൃഷ്ടരത്നം പതിപ്പിച്ച അനേകം തോൾവളകളുണ്ട്. ചന്ദനവൃക്ഷത്തിന് കൈകളാകുന്ന അനേകം കൊമ്പുകളുണ്ട്. ബ്രഹ്മമാകുന്ന മൂലത്തോടും 3 ലോകത്തെയും അതിക്രമിച്ച വലിപ്പത്തോടും ആദിശേഷനാകുന്ന സർപ്പത്തിൻ്റെ അവയവങ്ങളാൽ ചുറ്റപ്പെട്ടുമിരിക്കുന്ന ഭഗവാനാകുന്ന ചന്ദനവൃക്ഷത്തെ ബ്രഹ്മദേവൻ കണ്ടു. പർവ്വതമായുള്ള തുല്യത വീണ്ടും ബ്രഹ്മാവ് ദർശിക്കുന്നു. ഭഗവാനാകുന്ന മഹത് പർവ്വതം എങ്ങനെയാണ് ഭഗവാനെ പർവ്വതത്തോട് തുല്യമാക്കുന്നത്? ചരാചരാത്മകമായ ലോകം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും നദികളുമെല്ലാം പർവ്വതത്തെയാണ് ആശ്രയിക്കുന്നത്. സർപ്പങ്ങളുടെ വാസസ്ഥാനം പർവ്വത ഗഹ്വരങ്ങളാണ്. ഭഗവാൻ ആദിശേഷനിൽ ശയിക്കുന്നു. ഇതിനാൽ ഇരുവരും സർപ്പബന്ധുക്കളാണ്. പർവ്വതങ്ങൾ ജലത്തെ സ്പർശിക്കുന്നു. നദികളുടെ ഉത്ഭവസ്ഥാനം പർവ്വതങ്ങളാണ്. ഭഗവാനും പ്രളയജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അനേകം കിരീടങ്ങൾ ഭഗവാന്റെ ശിരസിലുണ്ട്. പർവ്വതങ്ങൾക്കും അനേകം സ്വർണ്ണശിഖരങ്ങളുണ്ട്. ഭഗവാന്റെ കൗസ്തുഭരത്നം പർവ്വതങ്ങളുടെ ഉള്ളിലും പലവിധ രത്നങ്ങളുണ്ട്. അപ്പോൾ അവിടെയും സാദൃശ്യമായി. ഇങ്ങനെ എല്ലാവിധത്തിലും സാദൃശ്യം ഭഗവാനും ആ മേരുപർവ്വതത്തിനും കൂടി കണ്ടെത്തി. ഭഗവാന്റെ വനമാല പാദം വരെ നീണ്ടുകിടക്കുന്നു. വനമാലയുടെ ചുറ്റും വേദമാകുന്ന വണ്ടുകൾ മൂളിപ്പാടി പറക്കുന്നുണ്ട്. എന്താണിവ പാടുന്നത്? ആത്മപ്രശംസയാണോ ചെയ്യുന്നത്? സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി
എന്നിവയ്ക്കൊന്നും ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല. ത്രിലോകങ്ങളിലും തേജസ്സുള്ള സുദർശനാദി ആയുധങ്ങൾ രൂപം ധരിച്ച് ഭഗവാന് ചുറ്റും രക്ഷാർത്ഥം സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്തേക്ക് ആർക്കാണ് ചെല്ലാൻ പറ്റുക? തർഹ്യേവ തന്നാഭിസരസരോജമാത്മാനമംഭശ്വസനം വിയച്ഛ ദദർശ ദേവോ ജഗദോ വിധാതാ നാഥഃ പരം ലോകവിസർഗദൃഷ്ടി. ശ്രീഹരിയെ ദർശിച്ചപ്പോൾ ആ പുരുഷൻ്റെ നാഭിസരസിൽ ഒരു താമരപ്പൂവും അതിലിരിക്കുന്ന തന്നെയും പ്രളയജലം, വായു, ആകാശം എന്നിവയെയും കണ്ടു ബ്രഹ്മാവ്. സൃഷ്ടിതൽപരനായ ബ്രഹ്മദേവൻ ഇവയല്ലാതെ ഒന്നും തന്നെ കണ്ടില്ല. താൻ എവിടുന്ന് വന്നു, താമരയുടെ അധിഷ്ഠാനം എവിടെ എന്നെല്ലാം മനസ്സിലാക്കിയെന്നർത്ഥം. സകർമ്മബീജം രജസോപരക്തപ്രജാസിസൃക്ഷന്നിയദേവ ദൃഷ്ട്യാ അസ്തോദ്വിസർഗാഭിമുഖസ്തമീഡ്യമവ്യക്തവർമ്മന്യഭിവേശിതാത്മാ. പ്രജാസൃഷ്ടിക്കൊരുങ്ങിയ രജോഗുണസമ്പന്നനായ ആ ബ്രഹ്മദേവൻ ഭഗവാനെ കണ്ടു. താമരപ്പൂവ്, പ്രളയജലം, ആകാശം ഇവയെല്ലാം കണ്ടു. ലോകകാരണമായിരിക്കുന്ന ഭഗവാൻ തന്നെ ഇദ്ദേഹമെന്ന് ഉറപ്പിച്ചു. തൻ്റെ കാര്യസാധ്യത്തിന് ശക്തനായ ദേവൻ ഇദ്ദേഹം തന്നെ എന്നുറപ്പിച്ച് സ്തുതിക്കാൻ തുടങ്ങി. അതിമനോഹരമായ ബ്രഹ്മസ്തുതി ഇനി അടുത്ത അധ്യായത്തിൽ കേൾക്കാം. പലയിടത്തും ഈശ്വരനെ തേടി അലയുകയാണല്ലോ നാം ഓരോരുത്തരും. പുറമേയല്ല, ഹൃദയാന്തർഭാഗത്താണ് ഭഗവാൻ എന്ന് ബ്രഹ്മദേവനെ കൊണ്ട് തന്നെ പറയിച്ചിരിക്കുന്നു ഭാഗവതം. ഭഗവാനെ കണ്ടെത്തുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശ്രദ്ധാഭക്തിയോടെ വർഷങ്ങളോളം ധ്യാനിച്ചിട്ടാണ് ബ്രഹ്മദേവന് ഹൃദയത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി അനുഭവപ്പെട്ടത്. ഭഗവാനെ ധ്യാനിക്കാനെങ്കിലുമുള്ള അനുഗ്രഹത്തിനായി ആ ഭഗവാനോട് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം. ഈ വാക്കുകൾ ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും ചരണകമലങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.